കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം. ഗ്രാമീണ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാന വാർത്തകളിലേക്കാണ് ആദ്യം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ഔഷധ സേവാ ദിനത്തിൽ ശ്രീരാമഭക്ത സേവാ സമിതിയും വലപ്പാട് മണപ്പുറം ഫൗണ്ടേഷനും സംയുക്തമായി തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ കെ എ വിജയൻ നിര്യാതനായി. വാർത്തകളിലേക്ക് വിശദമായി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെ CPM തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു. BR ഷിജിത്ത്, ശാന്തി ഭാസി, MP ഭാസ്കരൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഗിരീഷ് മാത്തുക്കാട്ടിൽ, MB ബിജു, AA യൂസഫ്, PB നിലേഷ്, AS സബിത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇബ്രാഹിം പടുവിങ്ങൽ എന്നിവർ സംസാരിച്ചു. ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാടനപ്പള്ളി സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് VC ഷീജ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്, മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ദീപൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സുഗന്ധിനി ഗിരീഷ്, ടോളി വിനീഷ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CN സൂരജ, കവിത, ബീന സേവിയർ എന്നിവർ സംസാരിച്ചു. CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത പച്ചക്കറി കൃഷിക്ക് തുടക്കമായി. കുഴിക്കണ്ടത്തിൽ ഷംസുദ്ദീന്റെ കൃഷിയിടത്തിലാണ് കൃഷി ആരംഭിച്ചത്. DYFI ചേർപ്പ് ബ്ലോക്ക് സെക്രട്ടറി AS ജിംഷാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ അധ്യക്ഷത വഹിച്ചു. PR സുരേന്ദ്രനാഥ്, KA ബാബു, ഷൈനി ബാലകൃഷ്ണൻ, TV പ്രദീപ് കുമാർ, KV സതി, PB അനിൽ, PS ബിബിൻ, CA വിനു, ഷൈൻ നമ്പനത്ത്, CB സുരേഷ്, അനന്തു K ദിനേശ്, PK സീനത്ത് എന്നിവർ സംസാരിച്ചു. CPIM-ന്റെ ഒരു നയത്തിൻ്റെ ഭാഗമാണ് പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ളത്. 2015 മുതൽ CPIM നടത്തി വരുന്ന ഒരു പരിപാടിയുടെ ഭാഗമാണ്, ഒരു പ്രവർത്തന പരിപാടിയുടെ ഭാഗമാണ്. വിഷരഹിത പച്ചക്കറി ഒഴിവാക്കിക്കൊണ്ട് പരമാവധി നമ്മുടെ സംസ്ഥാനത്ത് പച്ചക്കറി കൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു നടപടിയുടെ ഭാഗമായിട്ട് തുടങ്ങി വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒറ്റയടിക്കില്ലെങ്കിലും ഏറെക്കുറെ നമ്മുടെ നാട്ടിൽ ഇത്തരം ജൈവ പച്ചക്കറികൾ കൃഷി ചെയ്ത് ഉപയോഗിക്കുക എന്നുള്ളൊരു പൊതു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് ഇപ്പോഴും ഈ ഓണത്തിന് വേണ്ടി വിളവെടുക്കുന്നതിന് വേണ്ടി എല്ലാ ഘടകങ്ങളിലും പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നേതൃത്വത്തിൽ ലോക്കൽ കമ്മിറ്റികളുടെയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലുള്ള വിവിധ ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പച്ചക്കറി കൃഷി ഇവിടെ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗം, നാട്ടിക പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, സഹകരണ സംഘം ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വന്ന KB ഷൺമുഖന്റെ 1-ാം ചരമവാർഷികം ആചരിച്ചു. CPM-ന്റെയും തൃപ്പയാർ പുരോഗമന വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുരോഗമന വേദി ഹാളിൽ ചേർന്ന അനുസ്മരണ യോഗം CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി ഉദ്ഘാടനം ഡോക്ടർ ഗ്രാമപ്രകാശ് നിർവഹിച്ചു. B ശ്രീകുമാർ അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി KB ഹംസ, രജനി ബാബു, ജുബി പ്രദീപ്, C ശങ്കരനാരായണൻ, C സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. യുവജന പ്രസ്ഥാനം ഉയർത്തി മുദ്രാവാക്യമല്ല നാട്ടിക വില്ലേജ് സെക്രട്ടറിയായും പ്രസിഡന്റായും നാട്ടികയിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കാൻ വിപുലമായ രീതിയിൽ ഏർപ്പെടുകയും അന്നത്തെ സമരമുഖങ്ങളിലെല്ലാം സഖാവ് ഷണ്ണൂരും ഉണ്ടായി. തുടർന്ന് നമുക്ക് നേരത്തെ ശ്രീനിവാസ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പറായി, ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധിയായി, നമ്മുടെ പ്രദേശത്തെ ഏറ്റവും സാമ്പത്തിക
ഭദ്രതയുള്ള ബാങ്കുകളായ നാട്ടിക സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറായി എല്ലാം പ്രവർത്തിച്ച ഷമ്മുവിൻ്റെ ഓർമ്മ പുതുക്കുന്ന കാലഘട്ടം ഷമ്മുവിന് ഉയർത്തിയ മുദ്രാവാക്യമല്ല. രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്നതിന് ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ ഭരണഘടനാ സംരക്ഷണത്തിനായി ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ കൈമെയ് മറന്ന് ഒന്നിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PM സാദിഖ് അലി പറഞ്ഞു. ഛത്തീസ്ഗഡിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീകളുടെ ജാമ്യം കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും ഭരണഘടനാ അവകാശങ്ങളും കടുത്ത വെല്ലുവിളികളാണ് നേരിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ബാബരി മസ്ജിദിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തീവ്രവാദം വളർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിച്ചത് ശിഹാബ് തങ്ങളാണ്. NDF പോലുള്ള തീവ്രവാദ സംഘങ്ങളെ ഒറ്റപ്പെടുത്തിയത് ക്രൈസ്തവരോ ഹിന്ദുക്കളോ അല്ല, മുസ്ലിം സമുദായം തന്നെയാണ്. ഇതിന് നേതൃത്വം നൽകി മാതൃക കാണിച്ച മഹാനായ നേതാവാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് സാദിഖ് അലി അനുസ്മരിച്ചു. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയൊരു മാതൃക എന്ന് പറയുന്നത് ഒരു നേതാവിൻ്റെ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ആ തീരുമാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാം കേരളം ഇന്നും കാതുകൊടുത്തിട്ടുണ്ട്. ആ നേതൃത്വത്തിൻ്റെ തണലിൽ അതിൻ്റെ സുഖം അനുഭവിച്ചവരാണ്, അതിൽ വിശ്രമിച്ചവരാണ്, അതിൻ്റെ മധുരം നുകർന്നവരാണ്. ആ വൻ മരത്തിൽ ഉണ്ടായ കായ്കനികൾ ഭക്ഷിച്ച് അതിൽ ആനന്ദം കൊള്ളുകയും ഉല്ലസിക്കുകയും ചെയ്തവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുമെന്ന് നമ്മളിപ്പോൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി പറയുകയാണെങ്കിൽ ശിഹാബ്ദങ്ങൾ കാണിച്ചിട്ടുള്ള ആ മാതൃക, നമ്മൾ പറഞ്ഞല്ലോ, ശിഹാബ്ദങ്ങൾ മറികടക്കാൻ ഒരു നേതാവ് ഉണ്ടായിട്ടില്ല സമുദായത്തിനകത്തും ഇപ്പോഴും എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ സൗഭാഗ്യം കൊണ്ട് ആ പരമ്പരയിൽ ഇന്നും നേതൃത്വം ഈ സമുദായത്തെ വളരെ ഭംഗിയായി മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ തന്നെ ശിഹാബ്ദങ്ങളാകാൻ ആഗ്രഹിക്കുന്ന സമുദായ നേതാക്കൾ ഉണ്ടെങ്കിൽ ആ മാതൃക ഉൾക്കൊള്ളേണ്ടതുണ്ട്. അനുസ്മരണ യോഗത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. PM അബ്ദുൽ ജബ്ബാർ, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള, ട്രഷറർ BC അബ്ദുൽ ഗഫൂർ, VK നാസർ, PH ഷെഫീഖ്, KK ഹംസ, നേതാക്കളായ VU മുഹമ്മദ് ഹനീഫ, ബദ്രുദ്ദീൻ ചേർപ്പ്, മുഹസിൻ തളിക്കുളം, PM സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അന്തിക്കാട് നടയിലുള്ള കംഫർട്ട് സ്റ്റേഷൻ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നും 28 ലക്ഷത്തോളം ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. സുനിൽ ലാലൂർ, E രമേശൻ, VK മോഹനൻ, ബിജേഷ് പന്നിപ്പുലത്ത്, അക്ബർ പട്ടാട്ട്, ES ഷാനവാസ്, N ബാലഗോപാലൻ, രാമചന്ദ്രൻ പള്ളിയിൽ, സുധീർ പാടൂര്, അഡ്വക്കേറ്റ് സുരജ, ഷൈൻ പള്ളിപ്പറമ്പിൽ, രഘു നല്ലയിൽ, AS വാസു, കിരൺ തോമസ്, PM ജയകുമാർ, അരുണൻ സലീം, സാജൻ ഇയ്യനി, ഷാജു മാളിയേക്കൽ, U നാരായണൻകുട്ടി, ഷീജ രാജു, CD വിൽസൺ എന്നിവർ നേതൃത്വം നൽകി. ഇതൊന്നും നടത്തുന്നത് ലാഭമുണ്ടാക്കാൻ വേണ്ടിയല്ല, പക്ഷെ ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകാൻ വേണ്ടിയാണ്. പണലൂര് പഞ്ചായത്തും അല്ലെങ്കിൽ താന്യം പഞ്ചായത്തും തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളുമൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് ലാഭം കിട്ടാൻ വേണ്ടിയല്ല. അന്തിക്കാട് പഞ്ചായത്ത് മാത്രം ഈ അന്തിക്കാട് പഞ്ചായത്തിലെ കംഫർട്ട് സ്റ്റേഷനിൽ ലാഭം കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് തികച്ചും ലജ്ജാകരമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആയതുകൊണ്ട് ഈ സംഭവം ഇവിടെ സൂചിപ്പിക്കേണ്ടായി. 28 ലക്ഷത്തോളം രൂപയാണ് ഇതിന് ചെലവ് വന്നിട്ടുള്ളത്. എങ്ങനെ പണിതാലും ഞങ്ങൾ നോക്കിയത് എന്തുകൊണ്ടാണ് പണിതിട്ടുള്ളത്? ഇഷ്ടിയും സിമെന്റും ഒക്കെ ഉപയോഗിച്ച് തന്നെയല്ലേ പണിതിട്ടുള്ളത്. 28 ലക്ഷം രൂപ 600ഓളം സ്ക്വയർ ഫീറ്റ് പണിയുവാൻ എന്ന് പറഞ്ഞാൽ എത്ര രൂപയായി ഒരു സ്ക്വയർ ഫീറ്റിന്? എത്ര ഹൈ ലെവൽ പണിതാൽ പോലും നമുക്കറിയാം ഇത്ര പാഴം മാത്രമേ അതിന് ചെലവ് വരുള്ളൂ. അപ്പോൾ ഇതിൽ നടന്നിട്ടുള്ളത് വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത്. അഴിമതിക്കുള്ള അവസരമായി ഈ കംഫർട്ട് സ്റ്റേഷന്റെ നിർമ്മാണവും അതിന്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ടാണ്. മറ്റു വാർത്തകൾക്ക് മുമ്പായി ഒരു ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഔഷധ സേവാ ദിനത്തിൽ ശ്രീരാമ ഭക്ത സേവാ സമിതിയും വലപ്പാട് മണപ്പുറം ഫൗണ്ടേഷനും സംയുക്തമായി തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് ഔഷധ കഞ്ഞി വിതരണം ചെയ്തു. തൃപ്പയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ ഉദ്ഘാടനം ചെയ്തു. ഔഷധ സേവാ ദിനം കർക്കിടകം 16 ഇന്ന് ആചരിക്കുകയാണ്. ഇന്ന് ഈ സന്ദർഭത്തിൽ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന രാജ്യത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന 10,000-കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അവർക്ക് ഈ ഔഷധ സേവാ ദിനത്തിൽ ഔഷധക്കഞ്ഞി വിതരണം ചെയ്യുകയാണ് ശ്രീരാമ ഭക്ത സേവാ സമിതിയും മണപ്പുറം ഫൗണ്ടേഷനും കൂടി ചേർന്ന്. തീർച്ചയായും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇവർ നടത്തുന്ന ഈ സേവനത്തിന് തൃപ്രയാർ ദേവസ്വത്തിൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ആദ്യ ഔഷധക്കഞ്ഞി പടിപ്പുരയ്ക്കൽ ഉണ്ണിമേനോനും ഭാര്യയും കൂടി ഏറ്റുവാങ്ങി. 65 വർഷം തുടർച്ചയായി ശബരിമല ദർശനം നടത്തിയ ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രവർത്തകൻ ജഗദീഷ് കോയമ്പത്തൂരിനെ തൃപ്രയാർ ക്ഷേത്ര മാനേജർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ശ്രീരാമ ഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലയ്ക്കൽ അധ്യക്ഷനായി. രക്ഷാധികാരി ജോത്സ്യൻ വിജയകുമാർ മേനോൻ, സെക്രട്ടറി ലക്ഷ്മി സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി സുധീർ ആലയ്ക്കൽ, പ്രവർത്തകരായ വിനോദ് PK, സബിത അന്തുപറമ്പിൽ, അജിത മനോഹരൻ, രാമദാസ് കിഴക്കേടത്ത്, ശശി തൃപ്രയാർ, മണപ്പുറം ഹോം ഫിനാൻസ് മാനേജർ മഞ്ജു എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം ഭിന്നശേഷി വയോജന ഉപകരണ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കോതകുളം സബ് സെന്ററിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, ജനപ്രതിനിധികളായ മണി ഉണ്ണികൃഷ്ണൻ, BK മണിലാൽ, രശ്മി ഷിജോ, ഷൈൻ നെടിയിരിപ്പിൽ, അനിത ത്രിദീപ് കുമാർ, ICDS സൂപ്പർവൈസർ ജസീറ ഹമീദ് എന്നിവർ പങ്കെടുത്തു. മെമ്പർമാര് വഴി നിങ്ങളെല്ലാവരെയും അറിയിപ്പ് നൽകിയതിനു ശേഷം നിങ്ങളത് കൈപ്പറ്റാനായിട്ട് എത്തിച്ചേർന്നാൽ മതി. ആ സമയത്ത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയിക്കും. നമ്മളുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വയോജനങ്ങൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഉപകരണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിപ്മാറിൻ്റെ നേതൃത്വത്തിലാണ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട 60 വയസ്സിനുള്ള മുകളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് ഒരു പുതിയ നൂതന പദ്ധതി കൂടി ആലോചിച്ചിട്ടുണ്ട്. നമ്മൾക്കൊരു ഉല്ലാസയാത്ര അല്ലെങ്കിൽ ഒരു ടൂറ് കൂടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓഗസ്റ്റ് മാസത്തിന് ശേഷമായിരിക്കും നമ്മളത് നടത്താനായിട്ട് ആഗ്രഹിക്കുക. വാടനപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കളിസ്ഥലം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്കൂൾ സന്ദർശിച്ചു. മണലൂർ MLA മുരളി പെരുന്നെല്ലി, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി തുടങ്ങിയവരും റവന്യൂ ഉദ്യോഗസ്ഥരും PTA, MPTA, OSA വികസന സമിതി അംഗങ്ങളും പങ്കെടുത്തു. കളക്ടർ കുട്ടികളുമായി സംവദിക്കുകയും കുട്ടികൾക്ക് കളിയുപകരണങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു. കളിസ്ഥലമാക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട സ്ഥലം കളക്ടർ സന്ദർശിച്ചു. തുടർന്ന് ജനപ്രതിനിധികൾ, പ്രിൻസിപ്പൽ PM കണ്ണൻ, ഹെഡ്മാസ്റ്റർ VM ഹനീഫ തുടങ്ങിയവരുമായി കൂടിയാലോചിച്ച് ഉടൻ തന്നെ വിപുലമായ ഒരു സംഘാടക സമിതി യോഗം ചേരുന്നതിനായി കളക്ടർ നിർദ്ദേശിച്ചു. കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം തുടിതാളം 2025 വർണ്ണാഭമായി. ഓട്ടംതുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. CA മുരളി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ആബിദ A, SMC വൈസ് ചെയർമാൻ നെൽസൺ B മാത്യു, സ്റ്റാഫ് സെക്രട്ടറി PS ബാബു, NB ഷിമ, പ്രധാനാധ്യാപിക ബീന K മേനോൻ എന്നിവർ സംസാരിച്ചു.
ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 15-ന് കാഞ്ഞാണിയിൽ സംഘടിപ്പിക്കുന്ന സമര സംഗമത്തിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം സംഘടിപ്പിച്ചു. CPM മണലൂർ ഏരിയ സെക്രട്ടറി P. രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആഷിഖ് വലിയകത്ത് അധ്യക്ഷനായി. K. സച്ചിൻ, KV ഡേവിസ്, PS മിഥുൻ, VV സജീന്ദ്രൻ, KA അജീഷ് എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് നിയർ വൈമാൾ, തൃപ്രയാർ. ഫോൺ 0487239997. മൊബൈൽ 9846125283, 9846125284. വാർത്തകൾ തുടരുന്നു. നാട്ടിക സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന മാവേലി സ്റ്റോർ അകാരണമായി അടച്ചുപൂട്ടിയതിനെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക സെന്ററിലെ മാവേലി സ്റ്റോർ ഇന്ന് പൂർണ്ണമായും അടച്ചു പൂട്ടിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ നാട്ടിലെ മാവേലി സ്റ്റോർ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ നാട്ടിക സെൻറ്ററിലെ മാവേലി സ്റ്റോറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളും മറ്റു വസ്തുക്കളും അനുബന്ധ ഉപകരണങ്ങളുമെല്ലാം കള്ളൻ കട്ടുണ്ടോ പോകുന്നത് പോലെ പാതിരാത്രി കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ്. എടമുട്ടത്തെ അവരുടെ ഗോഡൌണിലേക്ക്, വെയർഹൗസിലേക്ക് അതെല്ലാം മാറ്റിയിരിക്കുന്നു. ജനങ്ങൾക്ക് പലപ്പോഴും ആശ്വാസം പകരുന്നതിൽ ഒരു ചെറിയ പങ്കെങ്കിലും നാട്ടികയിലെ മാവേലി സ്റ്റോറിന് നിർവഹിക്കാൻ സാധിച്ചിരുന്നു. ഇന്നത് പൂർണ്ണമായി ഇല്ലാതായിരിക്കും. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, TV ഷൈൻ, ജീജ ശിവൻ, CS മണികണ്ഠൻ, PK നന്ദനൻ, PC ജയപാലൻ, മധു അന്തിക്കാട്ട്, അജിത് കുമാർ, മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ഓണത്തിന് സർക്കാർ അവശ്യ സാധനങ്ങൾ ജനങ്ങൾക്ക് മാവേലി സ്റ്റോർ വഴി കുറഞ്ഞ വിലയിൽ നൽകുമെന്ന് പറയുമ്പോഴും നാട്ടികയിലെ മാവേലി സ്റ്റോർ അടച്ചുപൂട്ടി നാട്ടികയിലെ ജനങ്ങളെ പഞ്ചായത്തും സർക്കാരും വഞ്ചിക്കുകയാണെന്നും അനിൽ പുളിക്കൽ പറഞ്ഞു. ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ധ്വനി 2025 ഉദ്ഘാടനം സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട് നിർവഹിച്ചു. സ്കൂൾ മാനേജർ PS രാമചന്ദ്രൻ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ബിന്ദു C, ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, സ്കൂൾ അക്കാദമിക് ഡയറക്ടർ TR വിജയം, ക്ഷേമസമിതി പ്രസിഡന്റ് AV ശരൺ, മാതൃഭാരതി പ്രസിഡന്റ് തെന്നൽ ലിമിൻ, വിദ്യാലയത്തിലെ ആർട്സ് കമ്മിറ്റി കൺവീനർ AR വിമിത എന്നിവർ സംസാരിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ നിവേദ് രാഗേഷ് രാമായണം പാരായണം ചെയ്തു. വിജയിച്ച കലാപ്രതിഭകൾക്ക് പ്രശസ്ത വ്യക്തികൾ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. ഈ ഒരു വലിയ വേദിയിൽ ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചതിന് നിങ്ങളുടെ പാർട്ടി ടീച്ചർക്ക് എൻ്റെ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഒപ്പം ഇവിടെ ഏറ്റവും ആദ്യം വന്നപ്പോൾ
കണ്ട ചടങ്ങുകൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം തോന്നിയ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണർത്തിക്കാൻ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നുള്ളതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ശ്രുതിശുദ്ധമായിട്ട് ഇവിടുത്തെ ആദ്യത്തെ ഗാനാലാപനം ഭക്തി നിർഭരമായിട്ടുള്ള ആലാപനം നടത്തിയ മക്കൾക്ക് എൻ്റെ ആശംസ അറിയിക്കുന്നു. പിന്നെ മത്സരിക്കാൻ തുടങ്ങുന്ന കുട്ടികളും മത്സരാർത്ഥികൾക്കും 3 കാര്യങ്ങളാണ് ഒരു നല്ല കലാകാരനാകാൻ വേണ്ടത്. 1 പ്രാക്ടീസ്, 2 പ്രാക്ടീസോട് പ്രാക്ടീസ്, 3 എപ്പോഴും പ്രാക്ടീസ്. ഇത്രയേ ഉള്ളൂ നമുക്കൊരു നല്ല കലാകാരനോ കലാകാരിയാവാനുള്ളത്. കയ്പമംഗലത്ത് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. റോഡിൽ വെള്ളക്കെട്ടും അപകടക്കെണിയും മൂലം ദുരിതത്തിലായി വാഹനയാത്രക്കാർ. ചന്ദ്രാപ്പിനി CV സെന്റർ മുതൽ കാക്കാത്തിരുത്തി വരെ 10 ഇടങ്ങളിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം ഒഴുകുന്നത്. ചന്ദ്രാപ്പിനി ഹൈസ്കൂളിന് വടക്ക് ഭാഗത്ത് 1 മാസത്തിലേറെയായി പൈപ്പ് പൊട്ടിയിട്ട്. നിരവധി സ്കൂൾ വാഹനങ്ങളും കുട്ടികളും കടന്നുപോകുന്ന വഴിയിൽ പൈപ്പ് പൊട്ടി അപകടക്കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികർ കുഴിയിൽ വീണ് അപകടം പറ്റിയിരുന്നു. ചളിങ്ങാട് മേഖലയിലും നിരവധിയിടത്ത് പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അമ്പലനട ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴി കാണാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റി മതിലകം ഡിവിഷനാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. പൈപ്പ് നന്നാക്കാൻ കുഴിയെടുക്കുമ്പോൾ ഉറവ വെള്ളം വന്ന് തിണ്ട് ഇടിയുന്നത് കാരണമാണ് പൈപ്പ് നന്നാക്കാൻ സാധിക്കാത്തതെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നു. മഴ മാറിയാൽ ഉടൻ പണി ആരംഭിക്കുമെന്നും അധികൃതർ പറഞ്ഞു. അന്തിക്കാട്ടെ പ്രവാസി കൂട്ടായ്മയായ ദി അന്തിക്കാട്സ് UAE അസോസിയേഷൻ 33ാം വാർഷികാഘോഷത്തിന് ശനിയാഴ്ച തുടക്കമാകും. സിനിമാ നാടക പ്രവർത്തകരെയും പ്രവാസികളെയും ചടങ്ങിൽ ആദരിക്കും. വിവിധ മത്സരങ്ങളോടെ 4 ദിവസങ്ങളിലായി നടത്തുന്ന സ്നേഹോത്സവത്തിന് ശനിയാഴ്ച തുടക്കം കുറിക്കുമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അന്തിക്കാട് മേഖലയിലെ സിനിമാ നാടക പ്രവർത്തകരായ 12 പേരെയാണ് ആദരിക്കുക. അസോസിയേഷൻ ഹാളിൽ ശനിയാഴ്ച വൈകിട്ട് കുട്ടികൾക്കായി കഥ, ചിത്രരചനാ മത്സരങ്ങൾ, വനിതാംഗങ്ങൾക്കായി പായസ പാചക മത്സരം, വടംവലി മത്സരം എന്നിവ നടത്തും. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ മെഡിക്കൽ ക്യാമ്പ് നടക്കും. തുടർന്ന് ലഹരിക്കെതിരെ ബോധവൽക്കരണവും ഉണ്ടാകും. തുടർന്നാണ് സിനിമാ നാടക പ്രവർത്തകരെ ആദരിക്കുക. ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കലും ചികിത്സാ സഹായ വിതരണവും നടത്തും. ഈ മാസം 9 രാവിലെ 10 അന്തിക്കാട്ടുകാരായ പ്രവാസികളെ ആദരിക്കലും സെമിനാറും നടക്കുക. സമാപന ദിവസമായ 10 രാവിലെ കുടുംബ സംഗമവും കലാപരിപാടികളും അവാർഡ് വിതരണവും തുടർന്ന് ഗാനമേളയും സംഘടിപ്പിക്കും. 1000ഓളം അംഗങ്ങളുള്ള അസോസിയേഷൻ ഇക്കാലയളവിൽ 2 കോടി രൂപയുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു. പ്രളയകാലത്ത് 4 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി. കോവിഡ് കാലത്തും പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി കഴിഞ്ഞു. വയനാട് ദുരിതബാധിതർക്കായി 1 ലക്ഷം രൂപ നൽകി. കുറ്റവാളികളെ പിടികൂടാൻ പോലീസുമായി കൈകോർത്ത് CCTV ക്യാമറകളും വിവിധ സ്ഥലത്ത് സ്ഥാപിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജീവ് സുകുമാരൻ, ജനറൽ കൺവീനർ ജിനേഷ് മൂത്തേടത്ത്, കൺവീനർ ഷാജി കളരിക്കൽ, ജോയിന്റ് കൺവീനർ സക്കീർ ഹുസൈൻ, വൈസ് ചെയർമാൻ ഷൈനി പ്രദീപ് മേനോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ 2 ദിവസങ്ങളായി നടക്കുന്ന കലോത്സവത്തിന് തുടക്കമായി. കുന്നിമണി 2025 എന്ന പേരിൽ നടക്കുന്ന കലോത്സവം മഴവിൽ മനോരമ ഉഗ്രം ഉജ്ജ്വലം പ്രതിഭ പ്രതിജ്ഞൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഡോക്ടർ ചീതു ഷെറീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രധാനാധ്യാപിക CJ ജെന്നി, കലോത്സവ കൺവീനർ ജിഷി, മുൻ പ്രധാനാധ്യാപിക ലസിത, MPTA പ്രസിഡന്റ് ഷൈബ, ലതിക, സ്റ്റാഫ് സെക്രട്ടറി പ്രിയ, റോസ്മേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അതിൻ്റെ സിസ്റ്റർ വന്നപ്പോൾ ഒരു കയറുന്നു ഞാൻ പ്രതീക്ഷയില്ല. ടീച്ചർമാരൊക്കെ പിടിച്ച് കയറ്റി കേൾക്കണം കുറച്ച് ശബ്ദം മൈക്കുണ്ടോ?
കൂടെ ഉണ്ടാവും. സൈക്കിളോ? ഓ അദ്ഭുതം. അങ്ങനെയാണോ? ഞാൻ 1000 വർഷം നരകിച്ച് മരിക്കേണ്ടി വന്നാൽ എന്റെ മോദിനെ ഇവിടെ എന്ത് ചെയ്യും? നാട്ടിക ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം കറവ പശുക്കൾക്ക് കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ വിതരണ ഉദ്ഘാടനം നടന്നു. നാട്ടിക ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നടന്ന ചടങ്ങ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി മാധവൻ അധ്യക്ഷയായി. ഡോക്ടർ ചെഞ്ചു മരിയ പദ്ധതി വിശദീകരണം നടത്തി. നാട്ടിക പഞ്ചായത്തിലെ 45 ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. PKS നാട്ടിക ഏരിയ കമ്മിറ്റി മെമ്പർഷിപ്പ് വിതരണം നടത്തി. തൃത്തല്ലൂരിൽ വെച്ച് പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം KA വിശ്വംഭരൻ CDS ചെയർപേഴ്സൺ ബീന ഷെല്ലിക്ക് നൽകിക്കൊണ്ട് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏരിയ സെക്രട്ടറി KK അനിൽകുമാർ അധ്യക്ഷനായി. ഏരിയ ജോയിന്റ് സെക്രട്ടറി ഷീല സോമൻ, AR വാസു, സ്മിത സുരേഷ് ബാബു, ചന്ദ്രൻ കടവത്ത്, ശ്രീജിത്ത് നാറാണത്ത്, BM ശിവരാമൻ, ശ്രീകല ദേവാനന്ദൻ, BK മധു എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ KA വിജയൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. വലപ്പാട് ബീച്ച് കാരേപ്പറമ്പിൽ കുടുംബാംഗമാണ്. CPM വലപ്പാട് ബീച്ച് ബ്രാഞ്ച് മുൻ സെക്രട്ടറിയായിരുന്നു. സീനയാണ് ഭാര്യ. ലിഖി, കാർത്തിക എന്നിവർ മക്കളും പ്രിൻസിൻ, കിരൺ എന്നിവർ മരുമക്കളുമാണ്. പുത്തൻപീടികയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രക്കാരൻ മരിച്ചു. പുത്തൻപീടിക അഗായ് റോഡിൽ 73 വയസ്സുള്ള വള്ളോപ്പുള്ളി ശിവരാമനാണ് മരിച്ചത്. പുത്തൻപീടിക സെന്റ് ജോസഫ് പന്തൽവാക്സിലെ ജീവനക്കാരനാണ്. തിങ്കളാഴ്ച വൈകിട്ട് 7-ന് പാതുവ ആശുപത്രി റോഡ് ജംഗ്ഷനിൽ കൂടി നടന്നു പോവുകയായിരുന്ന ശിവരാമനെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശിവരാമൻ വ്യാഴാഴ്ച രാത്രിയാണ് മരിച്ചത്. ആലപ്പാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഇടിച്ചാണ് അപകടമുണ്ടായത്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തം. ഔഷധ സേവാ ദിനത്തിൽ ശ്രീരാമഭക്ത സേവാ സമിതിയും വലപ്പാട് മണപ്പുറം ഫൗണ്ടേഷനും സംയുക്തമായി തൃപ്പയാർ ക്ഷേത്ര പരിസരത്ത് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ KA വിജയൻ നിര്യാതനായി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.